എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ട് പോയായിരുന്നു ഓണമൊക്കെ? എന്തായാലും ഞാൻ ഓണം കുഴപ്പമില്ലാതെ ആഘോഷം. നിങ്ങളുടെ ഓണം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഞാനിന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. വേറെ എവിടെയല്ല, നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജസ്റ്റ് വിഷ്വൽസൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പക്ഷേ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇന്നും അച്ഛനുണ്ട്, ഉണ്ടോ? അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൻ്റെ പേരെന്താ, ഹെവൻ ഓഫ് കുട്ടേട്ടൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുപാട് കടകളൊക്കെ ഇങ്ങനെ ഉണ്ട്. ആ കടകളുടെ ഫ്രണ്ടിൽ കൂടെ വേണം നമ്മളിങ്ങനെ പോകേണ്ടത്. എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരുപാട് കടകളുണ്ട്. ഉണ്ടോ? കടകളുടെ ഫ്രണ്ടിൽ നിന്നിട്ട് വേണം നമ്മളിങ്ങനെ പോകേണ്ടത്. ഓച്ചിറ അമ്പലത്തിന്റെ ഫ്രണ്ടിലായി നിൽക്കുന്നത്. കണ്ടോ, ഒരു ക്ഷേത്രമുണ്ട്, ഓച്ചിറ അമ്പലത്തിന്റെ ക്ഷേത്രം. ഗണപതി ക്ഷേത്രമാണ് ഫസ്റ്റ്. ഗണപതി ക്ഷേത്രമുണ്ട് ഇവിടെ. ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്ത് ഇവിടെ എല്ലാം കടകളാണ്. കണ്ടോ, ചുറ്റും കടകളാണ് ഇവിടെ നിൽക്കുന്നത്. മൊത്തം ക്ഷേത്രത്തോട്ട് ചെല്ലുമ്പോഴത്തേനും ഓരോ കടകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് പോവാം. ഇവിടെ ഉണ്ടോ, ഇവിടെ എല്ലാം ഓരോരോ ക്ഷേത്രത്തിനനുബന്ധിച്ച് ഓരോ കടകൾ. ഇത്രയും വിസ്തൃതമായിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം ഇങ്ങനെ നിൽക്കുന്നത്. ഈ കോമ്പൗണ്ടിന് ഇങ്ങനെ ഇത്രയും അടുത്തായിട്ട് ഉണ്ടോ. ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്ഷേത്രം എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. നോക്കിയേ, ഇവിടെ നമുക്ക് നടന്ന് ക്ഷേത്രത്തിന്റെ ഈ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ നടക്കാം. കണ്ടോ, ഇവിടെ ക്ഷേത്രത്തിന്റെ ഈ ഒരു കടകളും ഈ ഒരു രീതികളും എല്ലാം കണ്ട് ഞാനിങ്ങനെ പയ്യെ നടക്കാം. നമ്മളിപ്പോ വന്നിരിക്കുന്ന ഓച്ചിറ എന്ന് പറയുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് ഫ്രണ്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പണ്ട് തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പുരാണങ്ങൾ തുടങ്ങുന്ന മുമ്പേ തന്നെ ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇത് കാരണം ഇവിടുത്തെ ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഋഷീശ്വരന്മാരുടെ എന്ന് വെച്ചാൽ സന്യാസിമാര്, അതുപോലെ തന്നെ ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു. ജൈന ക്ഷേത്രം ബുദ്ധക്ഷേത്രമായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം പണ്ട് വന്ന് സന്യാസിമാരും അതുപോലുള്ള മഹാത്മകൾ വന്ന് ധ്യാനിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്ന് വെച്ചാൽ തപസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് നടക്കാം. എന്താണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്താണെന്നും ഓച്ചിറ എന്താണ് ഇവിടെ കാണാനുള്ളതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഇതാണ് അന്നദാന മന്ദിരം. ഇവിടെ തന്നെയാണ് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഈ ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും അന്നദാന രസീതൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ആയിട്ടാണുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നടക്കാം. കണ്ടോ, ഇവിടെ കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ ആളൊന്നുമില്ല, എന്നാലും കുറച്ച് ആളുകൾ. ഇന്ന് അവധി ദിവസമല്ലേ, എന്നാലും നമുക്ക് കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ ഒരുമാതിരി ഒരു സന്തോഷമായിട്ടുള്ള കുറെ സ്ഥലങ്ങളായി കാണുന്നത്. ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് വന്ന് ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. കാരണം ഇവിടെ ഉണ്ടോ, ഇവിടെ എല്ലാം കയറി നമ്മൾ നടന്ന് ഫസ്റ്റ് ഇത് ആൾത്തറയാണോ ഫസ്റ്റ് കാണുന്നത്? ഫസ്റ്റ് ആൾത്തറ അല്ലേ? ഇവിടെ നിന്നല്ലേ തൊഴിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം കണ്ടോ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഞാനെന്തായാലും നടക്കും അങ്ങോട്ട്. ഉണ്ടോ, കണ്ടോ അവിടെ ആൾത്തറയുണ്ട്. കണ്ടോ, ഒരു വലിയ ആൾ നിൽക്കുന്നുണ്ടോ? അതിന്റെ ചുറ്റും ഇവിടെ ഇതുപോലെ ഇവിടെ എല്ലാം കടയുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലാണ് ഉത്സവം വരുന്നത്. വൃശ്ചിക മാസം കൊണ്ട് പിന്നെ ഇവിടെ വേറൊരു ആഘോഷമുണ്ട്. അല്ലല്ല, 28 ഓണത്തിന് ഇവിടെ കാളകെട്ട്. ഇപ്പൊ 28 ഓണത്തിന് കാളകെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ അല്ലേ? കണ്ടോ, ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ വന്ന ഈ വഴിപാടെന്ന് പറയുന്നത്. മനസ്സിലായോ? കണ്ടോ, ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വഴിപാട് ഇവിടെ നടത്താൻ പറ്റും. എന്തായാലും നമ്മൾ നടക്കും. അതെ, കണ്ടോ കണ്ടോ, ഇവിടെ ഉണ്ട് ഒരു വെടിപാട് കൗണ്ടർ. കണ്ടോ, നമ്മൾ ക്ഷേത്രത്തിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുക. കണ്ടോ, നമ്മൾ ഫസ്റ്റ് ആൾത്തറ അല്ലേ? ക്ഷേത്രത്തിൽ വരുമ്പോഴത്തന്നെ നമ്മൾ ഗണപതി ഭജിച്ചിട്ട് പിന്നെ വരേണ്ടത് ഈ ആൾത്തറയിലോട്ട് അല്ലേ? ആൾത്തറ, അതെ. നമ്മൾ കയറി ചെല്ലുന്ന തന്നെ ഫസ്റ്റ് ഇവിടെ ഉണ്ടോ, ഇവിടെ ശിവന്റെ വാഹനമായിട്ടുള്ള കാളയാണ് ഇവിടെ നമ്മൾ ഇവിടെ ഒരു കാള ഇപ്പൊ ഉണ്ട്. നമ്മൾ അടുത്തോട്ടൊന്നും ചെല്ലുന്നില്ല, കാരണം ഇതെങ്ങനെ പ്രതികരിക്കാന്ന് അറിയത്തില്ലല്ലോ. അതിന്റെ ഫസ്റ്റ് ഇതുണ്ട് ക്ഷേത്രത്തിരിക്കുന്നത്. എന്തായാലും ഞാനിവിടെ
ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഇങ്ങനെ നോക്കി ഇവിടെ തൊഴാം. ഉണ്ടോ, ഇതാണ് അതിന്റെ ഫസ്റ്റ് ആൾത്തറ എന്ന് പറയുന്നത്. ഉണ്ടോ, ഇവിടെ എല്ലാം പാചനയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് കണ്ടോ ഭക്തരൊക്കെ വന്നിട്ട് ഇതാണ് നന്ദി. ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മള് നന്ദിയാണെന്ന് കണ്ടിട്ട് ഇവിടെ കുറെ പേര് ഇങ്ങനെ നിൽപ്പുണ്ട് നന്ദിയാണ്. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് നമ്മൾ തൊഴുത് അതുപോലെ തന്നെ ദക്ഷിണയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഇതുണ്ടോ, ഇതാണ് ഇവിടെ എല്ലായിടത്തും ഇറങ്ങിയാലും ഇതുപോലെ നമുക്ക് നന്ദിയെ കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് ഒരു വഴിപാട് കേന്ദ്രം. ഇവിടെ നടന്ന് നമ്മൾ കയറി ചെല്ലുന്നത് ഇതുണ്ടോ, ഇതാണ് ആല്. ഇവിടെയാണ് നമ്മൾ തൊഴുന്നത്. ഈ തൊഴുന്നിടത്താണ് നമ്മൾ ചെന്ന് കണ്ടോ ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ തൊഴുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഒരു വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതിനകത്തൊരു എന്തോ കോവിലോ അങ്ങനെയുള്ള ഒരു പ്രത്യേകത, ഒരു സ്വയംഭൂവായിട്ടുള്ള പരബ്രഹ്മത. ഇവിടെ പരബ്രഹ്മ മൂർത്തിയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവൻ ഒരു പരബ്രഹ്മ മൂർത്തിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഉണ്ടോ ഉണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മൾ ആരതിക്ക് ഒഴിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കണ്ടോ, ഇവിടെ നിന്നെല്ലാം കണ്ട് കണ്ടോ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ നമ്മൾ നടന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ എല്ലാം ചുറ്റി ഇങ്ങനെ കണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലോട്ടൊന്ന് നടക്കാം. കണ്ടോ കണ്ടോ, ഇതാണ് എന്റെ ഫ്രണ്ട്, എന്റെ ബാക്കായത്. ബാക്കിൽ നമുക്ക് ഇങ്ങനെ ചുറ്റും ശിവന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ എന്തായാലും നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. കണ്ടോ കണ്ടോ, ഇവിടെയും വഴിപാട് കൗണ്ടർ ഉണ്ട്. കണ്ടോ, വഴിപാടിന്റെ കൗണ്ടറൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ക്ഷേത്രത്തിന്റെ ഈ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആൾത്തറയൊന്ന് ചുറ്റി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ ഒന്ന് വീണ്ടും കൂടെ എത്തുക, ഈ സൈഡിൽ കൂടെ. കണ്ടോ, ഇതാണ് ഇതിന്റെ ഫ്രണ്ട്. കണ്ടോ, വീണ്ടും ഫ്രണ്ട്. ഈ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിത് ഇവിടെ നിന്നോട്ട് വഹിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ആൾത്തറ വെച്ചോട്ടെ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമ്മളുണ്ടോ അവിടെ കുറെ ഒരു ഭജനയൊക്കെ പാടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ആൾത്തറ ഞാൻ തൊഴുതിട്ടുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട് ചെയ്തതുണ്ടോ, എന്റെ ഫ്രണ്ട് ചെയ്തിട്ട് തൊഴുതിട്ട് ഞാനിപ്പോ എന്തായാലും അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. കണ്ടോ, ഞാനപ്പോ എന്തായാലും ഇവിടെ നടന്ന് ഇവിടെ എല്ലാം നമ്മൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ഈ കാണുമ്പോൾ തന്നെ പല ഭക്തരും ഇവിടെ വന്നിട്ട് തൊഴുത് അവർക്ക് വലിയ വലിയ അനുഭൂതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കും ഈ ആൾത്തറയിലും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തും ഒക്കെ ഇരിക്കും. അതിനേക്കാൾ ഉപരി ഇവിടെ ഒത്തിരി രക്ഷ നേടിയിട്ടുള്ള ഒത്തിരി സാധുക്കൾ ഇവിടെ ഇരിപ്പുള്ളൂ. അവരെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു ദാനം കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ അവരെയൊക്കെ ഒന്ന് കാണിച്ചില്ല ജസ്റ്റ്. ഇല്ല ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഭിക്ഷുക്കളെല്ലാം നിൽക്കുക. കണ്ടോ എന്റെ അടുത്തൊരു ആന്റി പറയുക ഇവിടെയുള്ളവർക്ക് പൈസ കൊടുക്കല്ലേ, ഇവരെല്ലാം മദ്യപിക്കാനാണ്. ഞാനത് വലിയ കാര്യമാക്കിയിട്ടില്ല. എന്തായാലും ഇതുണ്ടോ, ഇവിടെ എല്ലാവരും ഭിക്ഷയ്ക്കിരിപ്പുണ്ട്. ഇതുണ്ടോ, ഇതാണ് അതിന്റെ സെക്കൻഡ് നട എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് നടയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ സെക്കൻഡ് നടയിൽ നിന്നിട്ട് ഇതുണ്ടോ, ഇതിന്റെ ഫ്രണ്ട് ഇവിടെ ഒന്ന് ഫ്രണ്ട് നോക്കണം. കണ്ടോ, നമ്മൾ ആദ്യത്തെ നട കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നടയാണ് ഇത്. ഇവിടെ ഒരു ഭജനയൊക്കെ നടക്കുന്നുണ്ട്. കേട്ടോ, ഇവിടെയാണ് ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടോ, ഇതാണ് അതിന്റെ ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. കേട്ടോ, ഇവിടെ നമുക്ക് തൊഴാൻ പറ്റും. ഇതാണ് ഇതിന്റെ സെക്കൻഡ് നട. അപ്പൊ നമുക്ക് എന്തായാലും സെക്കൻഡ് നടയിലോട്ട് നമുക്കൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടെ എല്ലാരും ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വിളക്കത്തിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ വിഗ്രഹങ്ങളൊന്നും വെച്ച് നമ്മുടെ സാധാ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ ഒന്നും വിഗ്രഹങ്ങളൊന്നും വെച്ച് ഇവിടെ പൂജിക്കാറില്ല. ജസ്റ്റ് ഇവിടെ വരിക, ഇവിടെ ഒരു ഈശ്വരൻ സ്വയംഭൂവായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ സ്വയംഭൂവായിട്ടിരിക്കുന്ന ഈശ്വരനെ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ശിവൻ ഇവിടെ വിളങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഓച്ചിറ എന്ന് പറയുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമാണ്. വർഷങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒത്തിരി പേര് വർഷങ്ങളായിട്ട് ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഭജന വിരിക്കലും അതുപോലെ തന്നെ പല കാര്യങ്ങൾ
അനുഭൂതികൾ, പല പല വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് കൊച്ചിലോട്ട് ഈ ക്ഷേത്രം വലിയ ഒരു അറിയുന്നൊരു ക്ഷേത്രമാണ്. കാരണം ഞാൻ കൊച്ചിലോട്ട് തന്നെ ഇവിടെ നിന്ന് ഞാൻ പണ്ടൊക്കെ പതിന് ഇരുന്നിട്ടുണ്ട് എൻ്റെ ഫാമിലിയായിട്ടൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഓച്ചിറ അമ്പലത്തിൽ ഞാൻ ഓച്ചിറ അമ്പലത്തിൽ നിന്ന് ഈ വീഡിയോ എടുക്കാമെന്ന് തന്നെ ചിന്തിച്ചത് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കണ്ടിട്ടാണ്. ഇത്ര ശാന്തമായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. കാരണം ഇവിടെ സീസൺ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ, വൃശ്ചിക മാസം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ സദ്യാലയമുണ്ട് കണ്ടോ. ഇവിടെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഊണ് കഴിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഇവിടെ ഊണുണ്ട്. കണ്ടോ, ഇവിടെ ഒരു നാഗേക്ഷിയുടെ ഒരു ക്ഷേത്രമുണ്ട് കണ്ടോ. ഉണ്ടോ, ഇവിടെ ഒരു ആൾത്തറ ക്ഷേത്രം. ഇതാണ് ഇതിന്റെ ഫ്രണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ, ഇതിന്റെ ബാക്കിലാണ് നമ്മൾ ആ ഫസ്റ്റിലത്തെ ആ ഒരു ആൾത്തറ പോലെ തന്നെ സെക്കൻഡ് ആൾത്തറയാണ്. ഇങ്ങനെ ആൾത്തറകളിലല്ലേ ശിവൻ കുടികൊള്ളുന്നെന്ന് പറയുന്നല്ലേ. എന്തായാലും നമ്മൾ ആൾത്തറയെല്ലാം കണ്ട് ഞാൻ എന്തായാലും അതിന്റെ ഫ്രണ്ടിൽ കൂടെ നേരത്തെ ആൾത്തറ പോലെ ഒന്ന് നടന്നിട്ട് വരാം. ഇതാണെന്ന് കാണാൻ പറ്റുമെന്ന് നോക്കുമല്ലോ. അത് കണ്ടോ, ഇതാണ് എൻ്റെ സെക്കൻഡ് ആൾത്തറ. കണ്ടോ, ഇതിൻ്റെ എൻട്രൻസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇതിൽ നിന്ന് നമുക്ക് 4 പ്രദക്ഷിണം ചെയ്ത് നമുക്ക് തൊഴാൻ പറ്റും. കണ്ടോ, ഞാൻ എന്തായാലും എൻ്റെ അകത്തോട്ട് കയറുന്നില്ല. കാരണം ചിലപ്പോൾ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ്, ഞാൻ അവിടുത്തെ ഭരണസമിതിയുടെ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് കയറിയത്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുന്നവർ ഞാൻ പല ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് നെഗറ്റീവ് അടിക്കരുത് എന്ന് പറയാം. കാരണം നെഗറ്റീവ് അടിച്ചിട്ട് തന്നെ അവർ പറയുന്നത് നെഗറ്റീവ് അടിക്കരുത്. അപ്പം നമ്മൾ ഒരു ക്ഷേത്രത്തിൻ്റെ അതിനെ പരിപാലിക്കേണ്ട നമ്മുടെ കടമയാണ്. അതിനെ തെറ്റായിട്ട് പറയാതിരിക്കുക. ഇത്രയും മനോഹരമായിട്ട് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഓച്ചിറ ക്ഷേത്രമാണ്. അതായത് പലർക്കും ഇത് കാണുന്നവർക്കറിയാം പരബ്രഹ്മമൂർത്തി എന്താണെന്നും അതുപോലെ തന്നെ ക്ഷേത്രം എന്താണെന്നും ഒക്കെ മനസ്സിലാകുന്നവർക്ക് ഒത്തിരി പേർക്ക് അഭയം, ഒത്തിരി പേർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഇത്. കണ്ടോ നമ്മൾ നേരത്തെ കണ്ട കാളക്കുട്ടൻ നന്ദി നടന്നു പോകുന്നുണ്ട് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമ്മളിനി പോകുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു മെയിൻ കേന്ദ്രത്തിൽ ഇതാ. സത്യമല്ലേ? അപ്പൊ നമ്മൾ ഈ ഓച്ചിറ എന്ന് പറയുന്ന ബാക്കിയെല്ലാം ഇതെല്ലാം ഇതിന്റെ ഒരു പിന്നീട് ഉണ്ടായ ഓരോ ഭഗവാന്റെ തന്നെ സ്വയംഭൂവായിട്ട് ഇരുന്നെടുത്ത് ഓരോ സങ്കല്പങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് ഉണ്ടായ ഒരു കാതൽ എന്ന് പറയുന്നത് ഫസ്റ്റ് എവിടെയാണെന്നറിയാവോ? ഈ സ്ഥലത്ത് നിന്നാ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. എത്തിയില്ലേ? അച്ഛൻ എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് ഇവിടെ ഈ ക്ഷേത്രമായിട്ട്? ഒട്ടേറെ പ്രാധാന്യമുള്ളതാണ്. അച്ഛന്റെ അപ്പൂപ്പന്മാരായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഭജന വിരിക്കലും അതുപോലെ തന്നെ ഇവിടെയുള്ള കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ ആചാരക്രമങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലേ. കണ്ടോ, 100-300 കൊല്ലത്തെ പഴക്കം ചിലപ്പോ കാണുമായിരിക്കും. 100 ആയിരിക്കുന്നില്ല, അത് കൂടുതലായിരിക്കുന്നില്ല, കാണുമല്ലേ. അത്രയ്ക്ക് പഴക്കമുണ്ടല്ലേ ഈ ക്ഷേത്രത്തിൽ? ക്ഷേത്രം യഥാർത്ഥമായിട്ട് ഇത് ക്ഷേത്രമൊന്നല്ല ഇത് പറയുന്നത്. ഇതൊരു ക്ഷേത്രം വേദാന്ത പഠന ക്ലാസ് ഒരു ഗുരുകുലം പോലത്തെ ഒരു സ്ഥലമാണല്ലേ. ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ ഇത് ക്ഷേത്രം. പിന്നെ എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിന്റെ കാഴ്ച പറഞ്ഞില്ലേ നേരത്തെ. ഇവിടെ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഇവിടെ ഭയങ്കര ഒരു ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായത്. ഇതാണ് ഫസ്റ്റ് നമ്മുടെ എന്തിനെ പറഞ്ഞു, ഉണ്ടിക്കാവ് അല്ലേ? ഉണ്ടിക്കാവ് എന്നല്ലേ അതിനെ പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഓച്ചിറ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യങ്ങളെല്ലാം തുടങ്ങിയായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് ക്ഷേത്രത്തിന്റെ ചുറ്റുമുണ്ട് ഉണ്ടിക്കാവൻ. ഇത് നല്ല, ഇവിടെ എല്ലാം നല്ല കാട്, ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന, ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഉണ്ടിക്കാവ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഉണ്ടിക്കാവിലോട്ട് പെയ്യാൻ നടക്കാം. കണ്ടോ ഈ ഉണ്ടിക്കാവിന്റെ ഇവിടെ കുറച്ചു നേരം നമുക്ക് കയറിയിരിക്കാൻ പറ്റും. കണ്ടോ ഈ ഉണ്ടിക്കാവിന്റെ ഈ ഒരു കാഴ്ചയും അതുപോലെ തന്നെ ഉണ്ടിക്കാവിന്റെ ഈ ഒരു വലിയ സന്തോഷമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്നെല്ലാം നോക്കിയാണ്ടോ, എല്ലാം കുറെ ആളുകൾ നിൽപ്പുണ്ട്. കണ്ടോ ഈ നേരത്തെ ഈ വൃശ്ചിക മാസമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന ആളുകളെല്ലാം കൂടിയിരുന്ന് പ്രഭാഷണം പറയലും അതുപോലെ തന്നെ അവരെല്ലാം കൂടിയിരുന്ന് നാമം ജപിക്കലും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാനിത് പണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഓച്ചിറ വരുമ്പോഴത്തെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഇവിടെ വന്ന് ഏറ്റവും മനോഹരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന എനിക്ക് സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടിക്കാവ് എന്ന് പറയുന്നത്. ഉണ്ടിക്കാവിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഉണ്ടിക്കാവിന്റെ ചരിത്രം എന്തുവാണ് സത്യത്തിൽ? ഉണ്ടിക്കാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജന്മിയും ഒരു മിനിറ്റ്, ഞാൻ ഉണ്ടിക്കാവിന്റെ ചരിത്രം അച്ഛനോട് ചോദിക്കട്ടെ.
നമ്മൾ ഇവിടെ വരുമ്പോഴേ അതിൻ്റെ ഈ ചരിത്രം ഒന്ന് ഐതിഹ്യം എന്താണെന്ന് ഒരു വട്ടം ഒന്ന് പറയാമോ? ഐതിഹ്യം ദൈവം ഒരു ഒരു പിന്നെ ഭൃത്യനും അദ്ദേഹത്തിന്റെ പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാണ് ഒരു ജന്മിയും കൂടെ അദ്ദേഹം ഒരു യാത്ര ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് ഒരു കാളപ്പുറത്ത് ശിവൻ ഇവിടുന്നാണ് ഓടി വന്നത് അല്ലേ? ഇവിടുന്നാണോ വന്നെന്ന് പറഞ്ഞു? ഈ ഭാഗത്ത് എവിടെയോ ഇത് മൊത്തം കാടായിരുന്നല്ലേ? ഈ മൊത്തം ഇതിന്റെ അപ്പുറത്തോട്ടൊക്കെ കാടാ കണ്ടോ? അതുണ്ടോ ഉണ്ടിക്കാവിന്റെ അപ്പുറത്തെല്ലാം കാടാ, വലിയ വൻ കാടാ. വൻകാടെന്ന് വെച്ചാൽ നമുക്ക് കയറുന്ന വേറെ സിംഹവും പുലിയൊന്നും ഇല്ല, എന്നാലും ഒരു കാടായത്. എന്നിട്ടോ കഥ പറ. അപ്പൊ അത് അദ്ദേഹം ഇവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം കാണുന്നുണ്ട്, പക്ഷെ ഈ ഇതിന്റെ യഥാർത്ഥ ആള് അല്ലെങ്കിൽ ആ പറയുന്ന കൂടെയുള്ള ജന്മി അദ്ദേഹം കാണുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെ ഉണ്ട്, ഭഗവാനുണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാവിലോട്ടാണ് ഭഗവാൻ കയറി പോയെന്ന് അദ്ദേഹം തീർച്ചയായും ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഇതാണ് ഉണ്ടീക്കാവിൽ എന്ന് പറയുന്നത്. യഥാർത്ഥ ഒരു ഐതിഹ്യം അതാണ് എന്ന് പറഞ്ഞു കേട്ടെ. ഞാൻ എന്റെ അറിവ് ഞാൻ പറഞ്ഞാണ്, അറിയുന്നതരം പറഞ്ഞല്ലേ? അറിയുന്നതരം പറഞ്ഞു. ഇവിടെ ഒരു ചേട്ടനൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് വേണേ ചേട്ടനോടും കൂടെ ഒന്ന് ഐതിഹ്യം ചോദിച്ചാൽ ചേട്ടൻ അറിയാൻ പറ്റും. ജസ്റ്റ് പുള്ളി പറയുമെന്ന് അറിയാം, ചോദിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന ചേട്ടാ, ഈ ഉണ്ടിക്കാവിനെ കുറിച്ച് ഐതിഹ്യം ഒന്ന് പറയാമോ? ഉണ്ടിക്കാവിലെ ഐതിഹ്യം. ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് മടപ്പത്തായിട്ട് പ്രത്യക്ഷപ്പെടുന്ന പറയുന്നത്. അപ്പൊ ഭഗവാന് ഈ ഒരു പൂജാരിയുടെ ചുമട്ടുകാരനാണ് ഈ ഊർച്ചാത്തൻ. ഊർച്ചാത്തന്റെ പൂജാരിയുടെ ചുമട്ടുകാരനായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന കൂട്ടത്തിൽ അദ്ദേഹം ചോദിക്കും, തിരുമേനി എന്തുവാ പ്രാർത്ഥിക്കുന്നെന്ന്. പറ്റിക്കാൻ വേണ്ടി തിരുമേനി പറയും, ഞാൻ എന്റെ മാടപ്പത്തെ എന്നാ പ്രാർത്ഥിക്കുന്നതെന്ന് പറയും. അപ്പം ആ മാടപ്പത്ത് ഇയാളത് കേട്ടോണ്ട് മാടപ്പത്തെ എന്ന് സംസാരിക്കും. അങ്ങനെ മാടപ്പത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ ചെമട് ഈ മാടപ്പത്തിന്റെ പുറത്ത് വെച്ച്, എന്നിട്ട് ഇതിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങനെ ഈ കാവിനടുക്ക് വന്നപ്പം നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ മാടപ്പത്തിനോടാന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തേ മാടപ്പത്തെന്ന് പറഞ്ഞു. ഉണ്ടീക്കാവിലെന്ന് പറഞ്ഞു. ഉണ്ടീക്കാവിലെന്ന് പറഞ്ഞപ്പോ തിരുമേനിക്ക് ഊർച്ചാത്തന്റെ സാമീപ്യം വേണ്ടി വന്ന് ഭഗവാനെ കാണാൻ വേണ്ടി അത്രയും പണ്ഡിതനായിട്ട് പുള്ളിക്ക് അത്രയും പണ്ഡിതനായ പുള്ളി ഊർച്ചാത്തനെ എന്നെ തൊട്ടോണ്ട് നോക്കാൻ പറഞ്ഞു. അതെ, അങ്ങനെ അയാളെ തൊട്ടോണ്ട് നോക്കിയപ്പോഴാണ് ഭഗവാൻ മറയുന്നത് കണ്ടത്. ഉണ്ടീക്കാവിൽ അങ്ങനെ ഉണ്ടിക്കാവിൽ എന്ന് പറയുന്നത് ഭഗവാൻ ഉണ്ടീക്കാവിലെന്നാണ്. ഓ, അപ്പൊ ഈ കാട്ടിൽ നിന്നൊക്കെയാണോ വന്നത്? അതാ ഈ കാട് അവര് വലിയ മേവന്റെ ഒരു ഇല്ലത്തെങ്ങാണ്ട് വലിയൊരു ഇല്ലത്തുനിന്ന് പൂജയ്ക്ക് പോയിട്ട് ഞാൻ വന്ന വഴി യാത്രാക്ഷീണത്തിൽ വന്നതാണ് ശ്രമിക്കാനായിട്ട്. അന്നേരം ചെമ്മിട്ട് നോക്കുന്നവൻ എപ്പോഴും ചുവന്നോണ്ടിരിക്കണ്ടേ. അപ്പൊ അങ്ങ് എന്താണ് ഈ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അന്ന് അയിത്തമുള്ള കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ എന്റെ മാടപ്പത്തെ അല്ല. പിന്നെ ഈ വർഷങ്ങൾക്ക് നമ്മൾ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടാകുന്ന മുമ്പേ ഇവിടെ എന്തുവായിരുന്നു, അങ്ങനെ വല്ലതും അറിയാവോ? എന്തോ ഇവിടെ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാകും, ഇതിന് പൂർവ്വകാലങ്ങളുള്ളതല്ലേ. അങ്ങനെ വന്നപ്പോഴല്ലേ നമ്മുടെ കായംകുളം രാജാവ് ഇവിടെ ഒച്ചപ്പടന്നാലും അവരെ ഇതിൽപ്പെട്ടതല്ലായിരുന്നു. അങ്ങനല്ല ആ വിശേഷതയല്ലേ അന്നത്തെ അങ്കംവിട്ടിന് വരവട്ടല്ലേ ഇന്നത്തെ ഓച്ചകളി നടക്കുന്നു. ഓ, അങ്ങനെയുണ്ടല്ലേ ഓണാട്ടുകാരെ മൊത്തം ഈ കർഷകരായിരുന്നു. കൃഷിക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നവര് ജീവനുള്ള കാളെ ഇവിടെ കൊണ്ടുവന്ന് വലത്ത് വെച്ച് 28 പോകുമായിരുന്നു. ആ കൃഷികളെല്ലാം നഷ്ടപ്പെട്ടപ്പോ ഇന്ന് ഈ ഓണാട്ടുകാരെ മൊത്തം കെട്ടുകാളെ കെട്ടി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ ചെയ്യുകയാണ്. ആചാരം അതേ കൂട്ടിന്നും നിലനിൽക്കുന്നു. അതാണ് ഈ 28 ഓണം. ശരി കേട്ടോ, ശരി. എന്തായാലും നമ്മൾ ഉണ്ടിക്കാവിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഉണ്ടിക്കാവ്. ഉണ്ടോ, എത്ര മനോഹരമായിട്ടുള്ള കാവ്. ഓക്കെ, ഇവിടെയാണ് ഭഗവാൻ ഓടി വന്ന് ഭഗവാനെ കണ്ടെന്ന് പറയുന്ന സ്ഥലം ഇതാണ്, ഈ ഉണ്ടിക്കാവിലാണ്. ഉണ്ട് ഈ കാവിൽ എന്നാണ് പറയുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ ഉണ്ട് ഈ കാവിൽ. ഇവിടെയാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. ഇവിടെ കണ്ടോ, ഇതാണ് എൻ്റെ ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു സുഖമാണ്. കണ്ടോ, ഇത്രയും നല്ലൊരു പ്രകൃതിയും ഇത്രയും നല്ലൊരു അന്തരീക്ഷവുമായിട്ട് ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ്. നോക്കിയാണ്ടോ, അവരെത്ര നല്ലതുപോലെ ഇത്രയൊക്കെ ചെടിയുണ്ടായിട്ട് എത്ര നല്ലതുപോലെ അവർ തൂത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഈ സ്ഥലമല്ല. നമ്മളിവിടെ വന്ന് കുറച്ചു നേരം നമുക്ക് വന്ന് കുറച്ചു നേരം ഇരിക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം. ബാ, എന്തായാലും ഞാൻ കാഴ്ചയെല്ലാം കണ്ടു. അപ്പോൾ എന്തായാലും ഉണ്ടിക്കാവ് വരെ കണ്ടു. ജസ്റ്റ് ഒരു ഓച്ചിറ ടെമ്പിൾ ഞാനിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു ചെറിയ വ്ലോഗ് മാത്രമാണത്. അപ്പോൾ എന്തായാലും ഞാനിത് അങ്ങോട്ട് നടക്കുക.
നമ്മുടെ അടുത്തുള്ള സ്ഥലത്തെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുള്ള ചരിത്രങ്ങളും ഒക്കെ നമ്മൾ തേടി ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മൾ ഇത്രയൊക്കെ ഐതിഹ്യങ്ങളും ഇത്രയും ചരിത്രങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ ഈ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ മനസ്സിലാകുന്ന പറയുന്നത് ഇതുപോലെ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഓരോ ചരിത്രങ്ങളുണ്ട്. അന്നും ആ ചരിത്രം എന്ന് പറയുന്നത് തന്നെ അവര് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാമൊഴിയല്ല. അപ്പൊ ഈ വാമൊഴിയിൽ നിന്ന് വേണം ഇതിന്റെ ചരിത്രങ്ങളെല്ലാം നമ്മുടെ ഈ ഉള്ള തലമുറയിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമല്ല ഈ ചരിത്രം മനസ്സിലായി. ഇപ്പൊ എന്തായാലും നമുക്ക് വേറൊരു കാഴ്ച ഇപ്പൊ ഇവിടെ പിന്നെ ക്ഷേത്രം എന്ന് പറയുന്നത് ഒത്തിരി ഇവിടുത്തെ അധികാരികളെല്ലാം ഒത്തിരി ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഡെവലപ്മെന്റ് മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതുണ്ടോ പുണ്യ പൂങ്കാവനം എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നിർമ്മിച്ചതാ. കണ്ടോ ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ പുണ്യപൂങ്കാവനം ജന്മനക്ഷത്ര വൃക്ഷങ്ങളാ പരിപാവനമാവുന്നു. കണ്ടോ ഭക്തജന ശ്രദ്ധയ്ക്ക് വൃക്ഷദോഷ പരിഹാരത്തിന്. കണ്ടോ ഇത് വൃക്ഷദോഷ പരിഹാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ. ഓരോ നാളുകാർക്ക് ഓരോ വൃക്ഷങ്ങളുണ്ട്. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ ഇവിടുന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടോ പുല്ലി ചവിട്ടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര മനോഹരമായിട്ട് അതേ കണ്ടോ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ ഒരു മരം അതിന്റെ ഫ്രണ്ട് ഇതാ. കണ്ടോ വൃക്ഷങ്ങളിൽ ഇരിക്കരുതെന്നും എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ എന്തായാലും നമുക്ക് ഓരോ വൃക്ഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പേരാലിന്റെ മരമാണ്. പേരാൽ കണ്ടോ പേരാലായത് കണ്ടോ. ഇത് മകന്നാളുകൾക്ക് മകത്തിലുള്ളവർക്കൊക്കെ ഈ വൃക്ഷത്തെയാണ് പൂജിക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് വഗ്നി എന്ന് പറയുന്നത് വഗ്നി അവിട്ടം നാളുകാർക്ക് അവിട്ടം നക്ഷത്രത്തിലുള്ളവർക്ക് ഈ മഠത്തെയാണ് പൂജിക്കേണ്ടതെന്ന് പറയും. എന്തായാലും അടുത്തെന്ന് പറഞ്ഞാൽ ഇലഞ്ഞിയാണ്. അനിഴം നാളുകൾക്കാണ് ഇലഞ്ഞിപ്പഴം ഇലഞ്ഞി മരം നമുക്ക് അനിഴം നാളുകൾക്ക്. അടുത്ത് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് കണ്ടോ ആയില്യം നാരകത്തിന്റെ കണ്ടോ നാരകം എന്ന് പറയുന്ന ചെടി കണ്ടോ അവിടെ കിളിച്ച് വരുന്നതേ ഉള്ളൂ, മരമായിട്ടില്ല. കണ്ടോ അടുത്തെന്ന് പറയുന്നത് ഇരിപ്പ എന്ന് പറയുന്നത് രേവതി നക്ഷത്രത്തിനുള്ള. കണ്ടോ ഇങ്ങനെയുള്ള കുറെ ചെടികൾ ഇങ്ങനെ വെച്ച് മരങ്ങളൊക്കെ വെച്ച് ഇവിടെ അവർ ക്ലിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നാളായി കാണും അതല്ലേ കുറെ കാലമായിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും മരുത് ചോതി നക്ഷത്രത്തില. കണ്ടോ ഇതാണോ നമ്മുടെ മരുതാണോ നിൽക്കുന്നത്? ആണോ? ഇതിന്റെ ഗുണം എന്താ ഈ മരുത് നക്ഷത്രത്തിന് ആർക്കെങ്കിലും അറിയാം? ആ പുള്ളിക്ക് അറിയാം. ഇതായിരിക്കുന്ന ഒരു ഞങ്ങളുടെ വീട് ഇതുപോലത്തെ മരുന്ന് ഇവിടെ മരുത് അതിനോട്ട് സ്വാമി ഇരിപ്പുണ്ട്. അപ്പൊ മരുതിന്റെ എന്താണ് ഗുണമെന്ന് ചോദിച്ചിട്ട് കണ്ടോ ഇവിടെ മരുത് മരം എന്തിനുള്ള മരുത് മരം മരുത് എന്ന് പറയുന്നത് നീർമരുത് എന്തുവാ എന്തിനാ അതിന്റെ എന്താ നക്ഷത്രമല്ല ഷുഗറിന്റെ പിന്നെ നീര് കൊള്ളുന്നതിന് ഷുഗർ കൊള്ളുന്നതിന് ഷുഗറിന് ഇതിനൊക്കെ ഇട്ടൊരു ആവശ്യമില്ല. അതെ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഈ മരം ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ മരമുണ്ട്. എപ്പോഴാണ് ഈ മരം ഏതാന്ന് അറിയാം. വലിയൊരു മരമായിട്ടുണ്ട് ഇത് കണ്ടോ. പക്ഷെ ഇതിന്റെ ഇത്ര ഔഷധ ഗുണം ഉണ്ടോന്നൊക്കെ ഈ സ്വാമി അമ്മയൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്തായാലും കണ്ടോ നമ്മളെന്തായാലും ഇവിടെ ഇതെല്ലാം തടകളെല്ലാം ഉണ്ട്. കണ്ടോ ഇതുണ്ടോ പ്ലാഷ് എന്ന് പറയുന്ന മരം കണ്ടോ. ഈ പ്ലാഷിന്റെ എന്താ പൂരനാളിന് പൂരമാണോ നാളിന്റെ കണ്ടോ. ഇത് നെല്ലിമരം. എന്തായാലും ഇവിടെ നമുക്ക് മരത്തെ പൂജിച്ച നമ്മുടെ നാളിന്റെ ദോഷങ്ങളെല്ലാം പറയുന്നത്. കണ്ടോ പ്ലാവാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക്. കണ്ടോ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം. കണ്ടോ ഞാൻ എന്തായാലും കൂടുതലും മരമൊന്നും എടുക്കുന്നില്ല. അതെ കുറച്ച് എടുക്കുന്നു. ഞാവൽ രോഹിണി നക്ഷത്രം. എന്തായാലും ഞാവൽ രോഹിണി കണ്ടോ. എന്തായാലും കരിങ്കാലി മകീരം നക്ഷത്രം കരിങ്കാലി എന്ന് പറയുന്നത്. കരിങ്കാലി വെള്ളമൊക്കെ ഉണ്ടല്ലേ. വെള്ളമുണ്ട് മകീരം നക്ഷത്രത്തിന്റെ കരിങ്കാലി. എന്തായാലും ഇത് നടന്ന് പൂരിട്ടാതി തേന്മാവിന്റെ നക്ഷത്രം കണ്ടോ. തേന്മാവ് തന്നെ പൂരിട്ട തേന്മാവെന്ന് പറയും. പിന്നെന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് കരിമ്പന ഉത്രട്ടാതി നക്ഷത്രത്തിന് കരിമ്പന എന്ന് പറയാം.
ആണ് കരിമ്പന. ഞാനിപ്പോൾ വർഷങ്ങളായി കരിമ്പനയൊക്കെ കണ്ടിട്ട്. അതിപ്പോഴാണ് കാണുന്നത് ഈ കരിമ്പന ഇങ്ങനെ. അതുകൊണ്ട് ഇവിടെ വെച്ചതാണെന്ന് തോന്നുന്നു കരിമ്പന. എനിക്ക് തോന്നുന്നു കിളിച്ചതാണോ ഡൗട്ടുണ്ട്. കണ്ടോ, ഇവിടെ നന്ദിയുടെ ഒരു പ്രതിമ ഇപ്പോൾ ഉണ്ട്. കണ്ടോ, എന്തായാലും ഞാനിവിടെ ഇത് നന്ദിയുടെ പ്രതിമയൊക്കെ കണ്ട് ഇതിവിടെ ഉണ്ടോ, ഇവിടെ ഇപ്പം ഉണ്ടാക്കിയതാ ഈ ഒരു ഇങ്ങനെ ഒരു, നമുക്കിവിടെ വന്ന് ഇരിക്കാൻ പറ്റും. ഓ, അരയാൽ നക്ഷത്രം, പൂയം നാളിൻ്റെയാണ് അരയാൽ. കണ്ടോ, എന്തായാലും ഞാൻ ഇവിടെ നന്ദിയുടെ ഒരു വിഗ്രഹം കൊത്തി വെച്ചിട്ടുണ്ട്, ഒരു പ്രതിമ. എന്തായാലും ഞാൻ അവിടെ എല്ലാം കണ്ട്, ഇവിടെ ഒരു ചേട്ടൻ നന്ദിയുടെ അടുത്ത് എന്തോ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ എല്ലാം കണ്ട് ജസ്റ്റ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. കുറച്ചു നേരം നമുക്ക് വന്ന് ഇവിടെ വന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ഇവിടേക്ക് ലൈറ്റ് ഇട്ട് നല്ല അടിപൊളിയാക്കി വെക്കാം ഈ സ്ഥലമൊക്കെ. എന്തായാലും നമുക്ക് മനോഹരമായിട്ടൊരു സ്ഥലമായി കാണുന്നതായിട്ട്. എന്തായാലും കാണുമ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക സുഖം തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. കണ്ടോ, ഞാൻ എന്തായാലും ഇവിടെ നിന്നുകൊണ്ടിങ്ങനെ ഉണ്ടോ, ഇവിടെ എല്ലാം ഒരു മനോഹരമായിട്ട്. ഇവിടുത്തെ ക്ഷേത്രം ഭരണസമിതി ഇപ്പോൾ അടിപൊളിയാക്കി വെക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം അടിപൊളിയാക്കി മാറ്റി വെക്കുന്നുണ്ട്. കണ്ടോ, എല്ലാം ഇരിക്കാം, നമുക്ക് സ്വസ്ഥമായിട്ട് വേണമെങ്കിൽ വന്ന് ഇവിടെ കുറച്ചേരം ഇരിക്കാം. അതുപോലെ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് വന്ന് വേണമെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു മനോഹരമായിട്ടൊരു സ്ഥലമാണ്. എനിക്ക് സത്യത്തിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓച്ചിറ ടെമ്പിൾ ഇപ്പോൾ നമ്മളെപ്പോഴും ഒരു ടെമ്പിളായാലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളായാലും അത് ഞാൻ ചില വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയാം, ചില വീഡിയോകളിലൊക്കെ എന്ന് പറയുന്നത് വീഡിയോകളിൽ ചില വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് ചില ഈ ആരാധനാലയങ്ങളുടെ അടുത്ത് തന്നെ ഇതുപോലെ ആളുകൾക്ക് വന്ന് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവിടെ മാന്യമായി അതൊരു ആരാധനാലയമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാനും അതുപോലെ സ്വസ്ഥമായിട്ട് എന്ന കാര്യം പറയാനും അതിൻ്റെ പവിത്രതയെ കീപ്പ് ചെയ്യാനും രീതിയിൽ നമ്മൾ ശ്രമിച്ചാൽ അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുമെന്ന് നമ്മുടെ ഇവിടെ നടത്താൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു അതുപോലെ തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി നമ്മുടെ ഈ ആരാധനാലയങ്ങൾ മാറ്റാം. അതുപോലെ തന്നെ ആരാധനാലയങ്ങളെ അതിൻ്റെ പരിപാലനമായിട്ട് നമ്മൾ സംരക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. എത്ര മനോഹരമായിട്ടാണ് ഓച്ചിറ ടെമ്പിൾ ഇപ്പോൾ പ്രകൃതിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാതെ അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇത്ര മനോഹരമായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നു. എന്തായാലും ഞാനൊന്ന് നടക്കട്ടെ, ഇത് ചെറിയൊരു വീഡിയോ ആയത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ കൊണ്ട് നിർത്താനല്ല, ഇച്ചിരി കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചിട്ട് ഞാൻ പറയാം. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ നിന്നെല്ലാം കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇനി അധികം നേരം ഇരിക്കാൻ വയ്യ, അന്നും സമയമില്ല. അപ്പോൾ ഒത്തിരി ഇരുട്ടാനായെന്ന് തോന്നുന്നു, ഒരു 4 മണി 5 മണി ആയിക്കാണോ അല്ലേ ഇത്ര സമയം. എന്തായാലും ഞങ്ങൾ ആ ടൈം അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പെയ്യെ ഇവിടുന്ന് നടക്കുകയാണ്. നടന്ന് ഇവിടെ വേറൊരു കാഴ്ച ഉണ്ട്, അവിടെ കയറാൻ പറ്റുന്ന അറിയാം. ഇവിടെ ഒരു ഗോശാലയുണ്ട്. പക്ഷെ ആ ഗോശാലയിൽ നമുക്ക് പെർമിഷൻ വേണോന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു മണ്ണാശ്ശേരിയിൽ എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ ഫാം നഴ്സറി ഉണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം ചെടികളുണ്ട്. ജസ്റ്റ് എനിക്കറിയില്ല, ഒന്ന് ചോദിച്ചാൽ ഇവിടെ കയറ്റി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ഒന്ന് ജസ്റ്റ് ഞാൻ ചോദിക്കട്ടെ നേരത്തെ ഉടമയെടുത്ത്. എന്തായാലും ഞാൻ ഇവിടുത്തെ നഴ്സറിയുടെ അകത്തോട്ട് കയറുക. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് സമ്മതം തന്നു, നമുക്ക് പെർമിഷൻ തന്നു. മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഫാം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ചെടികളുണ്ട്. കണ്ടോ, വ്യത്യസ്തമായ ചെടികളാണ് വെച്ചിരിക്കുന്നുണ്ടോ. ഉണ്ടോ, എല്ലാം ചെടികളെ ഇവിടെ എല്ലാം ചെടികളുണ്ടോ. ഇവിടെ എല്ലാം മനോഹരമായ പൂക്കളാണ് വെച്ചിരിക്കുന്നുണ്ടോ. ഓച്ചിറ ടെമ്പിളിന്റെ അകത്ത് തന്നെയാണ്, ആ പഠനത്തിന്റെ അകത്ത് തന്നെ. ചേട്ടന്റെ പേരെന്തുവായിരുന്നു? അശോകൻ. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നതാണോ? ഇവിടെ എല്ലാം ഇത് ചേട്ടൻ ഇവിടുത്തെ ജോലിക്കാരനായത്. മണ്ണാശ്ശേരി എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ ഫാമിലിയാന്ന് തോന്നുന്നു ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഉണ്ട്, ഇവിടെ എല്ലാം ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഉണ്ടോ, തെങ്ങുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ചെടികളെല്ലാം സംരക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഇതുണ്ട്, ക്രിസ്മസ് ട്രീ ഒരുണ്ട്. ക്രിസ്മസ് ട്രീ ആണോ? ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും നമുക്കിത് ഇവിടുത്തെ ഓരോ ചെടികളിങ്ങനെ കണ്ടിട്ട് പോകാം. കണ്ടോ, ഇതുണ്ടോ, ഇവിടെ എല്ലാം ഓരോരോ ചെടി. എനിക്കൊന്ന് ഇവിടെ നിന്ന് ആളുകൾ വന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക്, ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്ക് ആളുകൾ ഇവിടെ വന്നിട്ട് ചെടികളെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ റോസാപ്പൂവെല്ലാം കിളിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ എല്ലാം കാലെല്ലാം എൻ്റെ കൊണ്ട് ചെളിയാണ്, വെള്ളമൊക്കെ നനഞ്ഞ് ചെളിയായിട്ടിരിക്കുന്നുണ്ട്. അത് സൂക്ഷിച്ച് നടന്നില്ല ചിലപ്പം തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കണ്ടോ, ഇവിടെ ഒരു മരമൊക്കെ ഇപ്പം ഉണ്ട്. എന്തായാലും ഇവിടെ എന്ത് ഫ്രൂട്ട്സാണെന്ന് അറിയില്ല. കണ്ടോ,
കണ്ടോ ഇവിടെ ഉണ്ട്. ഈ അഗ്രികൾച്ചർ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഞാൻ എന്തായാലും പെയ്യാൻ നടക്കട്ടെ. അപ്പോൾ തെന്നി വീഴും കേട്ടോ. വെള്ളമൊക്കെ നനച്ചയച്ച് കൊടുക്കണമല്ലോ വടിച്ചടിക്ക് എപ്പോഴും. ഉണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനത്തെ എല്ലാ ചെടികളും ഉണ്ടോ. ഇവിടെ എല്ലാം ചേട്ടൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇവിടെ ക്ഷേത്രത്തിൽ ഞാൻ ഒന്ന് ആലോചിച്ചിരുന്നു ഓച്ചിറ പരിഭ്രമ ക്ഷേത്രത്തിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന്. അതാണ് ഞാനിങ്ങനെ വന്നത്. അപ്പം എന്തായാലും ഞാൻ ഒന്ന് അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അപ്പം എന്തായാലും ഉണ്ടോ എന്തായാലും ഇതാണ് ചെടി. എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഉണ്ടോ. ഇവിടെ എല്ലാം നമുക്ക് ചെടി എടുത്തു തരും കണ്ടോ. എല്ലാം നല്ല നല്ല മനോഹരമായിട്ടുള്ള ചെടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റോസാപ്പൂക്ക് നിൽക്കുന്നുണ്ടോ. ഇതുണ്ടോ രണ്ടതേ വേറെ വ്യത്യസ്ത തരത്തിലുള്ള റോസാപ്പൂക്കളാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത് ഉണ്ടോ. ഉണ്ടോ ഇവിടെ എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള റോസാപ്പൂക്കൾ നിൽപ്പുണ്ട് ഉണ്ടോ. അത് ഞാൻ ഇതെല്ലാം കണ്ട് ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കും. കണ്ടോ എൻ്റെ ഫ്രണ്ട് ഇതാ. ഇച്ചിറ നമ്മുടെ പരിഭ്രമ ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേക്കും വേണ്ടോ നന്ദികേശാല എന്നും പറഞ്ഞിട്ട് ഇവിടെ പശുക്കളെ എല്ലാം വളർത്തുന്നുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന ശുദ്ധമായ പശുക്കളുടെ പാല് വെച്ചാണ് ഇവിടത്തേക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ സഹായിച്ചെടുക്കുന്നത് ഉണ്ടോ. ഇവിടെ എല്ലാം പശുക്കൾക്ക് വേറൊരു കാര്യമുണ്ട്. ഫാനുണ്ട്. ഈ ഒരു ഫാമിനകത്ത് ഫാനുണ്ട്. അതുപോലെ തന്നെ പശുക്കൾക്ക് ഒരു മന്ത്രവും കൂടെ ഓം നമഃ ശിവായ എന്നൊരു മന്ത്രവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ എല്ലാം നമ്മുടെ നന്ദികേശൻ വെറുതെ നിൽക്കുക. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടോ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എത്ര മനോഹരമായിട്ട് അവരെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ അവർ കൊടുത്തു വെച്ചിരിക്കുന്നുണ്ടോ. കാണുമ്പോൾ തന്നെ അത് ആ ചേട്ടനോട് ചോദിച്ചിട്ട് നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ പെർമിഷൻ. ഞാൻ എന്തായാലും ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്ക് അന്നദാന മന്ദിരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് അന്നദാനം കൊടുക്കുന്നുണ്ടോ. ഇവിടെ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിനാണെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് അന്നദാന മന്ദിരമൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അവരെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഉച്ചറമ്പലം പഴയ അമ്പലമൊന്നുമല്ല. ഇത്ര ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് അറിയാമോ. എന്തായാലും ഞാനത് അന്നദാന മന്ദിരത്തിലോട്ട് കയറി ഞാൻ ചെല്ലുക. ഇതുണ്ടോ ഇത്രയും വലിയ ഗ്യാപ്പിൽ ആഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാം ആഹാരം കൊടുക്കാൻ പറ്റും. ഇവിടെയാണ് ഇത്രയും വലിയൊരു അന്നദാന മന്ദിരമാണ് ഇവിടെ ഉള്ളത്. ഇതല്ല വേണ്ടോ ഇതിനകത്തെല്ലാം ഇത്രയും പേർക്ക് ചേരിട്ട് ഇവിടെ ഒരേ സമയം കഞ്ഞിയാണ് ഇവിടെ കൊടുക്കുന്നത് കൂടുതലും. ഞാനൊരു വട്ടം ഇവിടെ വന്ന് കയറി കുടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുണ്ടോ ഇത്രയും വലിയൊരു അതെ ഇവിടെ അന്തേവാസികളുണ്ട്. ഇവിടെ ഒരു അന്തേവാസികൾക്കുള്ള ഭക്ഷണത്തിന് മെനു എല്ലാ ദിവസവും കൊടുത്തിരിക്കുന്നത് കണ്ടോ. രാവിലെ ചായയുണ്ട് കണ്ടോ. അപ്പമുണ്ട്. തിങ്കളാഴ്ച ഓരോ ദിവസത്തെ അപ്പമുണ്ട്. സദ്യയുണ്ട്. ഉച്ചഭക്ഷണ സദ്യയുണ്ട്. അതുകൊണ്ട് ചായയും പലഹാരവും ഉണ്ട്. ചപ്പാത്തിയുണ്ട്. ചൊവ്വാഴ്ച ചായയുണ്ട് കണ്ടോ. അതുപോലെ ഇഡ്ഡലിയുണ്ട്. സാമ്പാറുണ്ട്. അങ്ങനെ ഉണ്ടോ. അതിന്റെ മെനു നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഉണ്ട്. ഇത്രയൊക്കെ അവരെല്ലാം ഇവിടെ ആരും ഇല്ലാത്തവർക്കൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെയാണ് അവരെ ഷെൽട്ടർ കൊടുത്തത്. അവിടെ അങ്ങോട്ട് ആരെയും കയറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവിടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവർക്കെല്ലാം ഇവിടെ എല്ലാ അന്തേവാസി ഇവിടെ കുറെ അന്തേവാസികളുണ്ട്. അതിനകത്തായിട്ടുള്ള കുറെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ള ആളുകളും ഒക്കെ ഇവിടെ നിന്ന് അഭയം തരുന്നുണ്ട്. അവർക്കെല്ലാം നല്ല ആഹാരങ്ങളാണ് ഇവിടെ എല്ലാം നല്ല ആഹാരങ്ങളാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. ഇതുണ്ടോ ഇതെല്ലാം കണ്ടോ. ഈ കാഴ്ചയെല്ലാം കണ്ട് ഞാൻ നടക്കും. ഇവിടെ എല്ലാം അപ്പൊ നമ്മൾ ക്ലീൻ ആക്കി കണ്ടോ. അവരെല്ലാം പാത്രമെല്ലാം ക്ലീൻ ആക്കി ഇത്രയും മനോഹരമായിട്ട് അതെല്ലാം എന്ത് വൃത്തിയാണെന്നറിയാം. ഇവിടെ എല്ലാം പറയാനെല്ലാം നോക്കി ഇവരെല്ലാം ക്ലീൻ ആക്കി ആഹാരം കഴിക്കുക. അവർക്ക് ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നിന്നാണ് ഇവിടുന്ന് ആഹാരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ സീസൺ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ വന്ന് തന്നെ കഴിക്കുന്നുണ്ട്. കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ അന്നദാന മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ചേച്ചി ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതെല്ലാം കണ്ട് ഞാനെല്ലാം കണ്ട് എന്തായാലും ഞാൻ എന്റെ പുറത്തോട്ട് ഇറങ്ങാം. ഇത്രേ ഉള്ളൂ കാഴ്ച ഇവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ട കേട്ടോ. ചെറിയൊരു വീഡിയോ അത് സത്യത്തിൽ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ആലോചിച്ചു പരിബ്രഹ്മ ക്ഷേത്രത്തിലും വന്ന് കണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ വരുന്നത് ഹെവൻ ഓഫ് കൂട്ടേട്ടൻ. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് തുടർന്നുള്ള വീഡിയോകൾ ഇടാനുള്ള വലിയൊരു കാര്യം. അപ്പം എന്തായാലും ബൈ.